വർത്തമാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ മലബാറിൻ്റെ മണ്ണിൽ കേരളത്തിൽ നാനാഭാഗങ്ങളിലും ഒന്ന് യാത്ര ചെയ്താൽ നമുക്ക് കാണാം ഫുട്ബോൾ താരങ്ങളുടെ കട്ടൗട്ടുകളും അവരുടെ രാജ്യത്തിൻ്റെ പതാകകളൊക്കെ വഹിച്ചുകൊണ്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു ഘോഷയാത്ര. ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ ഫുട്ബോൾ കളിക്കാരുടെ കട്ടൗട്ടുകളും ഫ്ലെക്സുകളും ആ രാജ്യത്തിൻ്റെ കൊടികളുമായിട്ട് അവരുടെ ഫാൻസ് അസോസിയേഷൻ എന്ന പേരിൽ നമ്മുടെ തലമുറയിലെ യുവാക്കൾ ഒരുപാട് ആളുകളും എന്തോ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ഇങ്ങനെ ഓടിപ്പായുകയാണ്. കേരളത്തിൽ എവിടെ പോയാലും ഈ ഫ്ലക്സുകളും കട്ടൗട്ടുകളും മാത്രം കാണുന്നു. ഇത് ഒരു പണ്ഡിതൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ജുമായ്ക്കൊരു പണ്ഡിതൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞാൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം തീരെ അവർ ഇതിനെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ഗൗരവമുള്ള വിഷയമായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അതിനെ കാണുന്നു. നമ്മുടെ ഉലമാക്കൾ, സുന്നത്തെ ജമാഅത്തിന്റെ ഉലമാക്കൾ ഒരു ഗൗരവമായ വിഷയമായിട്ടാണ് കാണുന്നത്. കാരണം നമ്മുടെ മക്കൾ ദീനിനോടുള്ള അടുപ്പത്തെക്കാൾ അവർക്ക് കൂടുതൽ താല്പര്യം ഈ ഫുട്ബോൾ താരങ്ങളോടും ഫുട്ബോൾ കളിക്കാരോടുമാണ്. അവർ മുടിവെട്ടുന്നത് പോലെ മുടിവെട്ടുന്നു, അവർ വസ്ത്രം ധരിക്കുന്നത് പോലെ ഔറത്ത് മറയാത്ത ചെറിയ ബർമുഡ പോലത്തെ നിക്കറുകളും ബന്നിനുകളൊക്കെ ഇട്ട് റോഡിൽ കൂടെ നടക്കുന്നു. അവരുടെ ജീവിതം അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്, ഫുൾ ഇമിറ്റേഷനാണ്.